ISRO ചാരക്കേസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഒരു വിവരവും ചോർന്നതിനും ചോർത്താൻ ശ്രമിച്ചതിനും തെളിവില്ല എന്നുള്ള കോടതി വിധികൾ നമ്മളുടെ മുന്നിലുണ്ട്. പ്രധാന പ്രതിയായി ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി വിധിക്കുകയും സംസ്ഥാനം അത് നൽകുകയും ചെയ്തു. കേസ് മൂലം രാഷ്ട്രീയത്തിലുണ്ടായ ചലനം എന്ന് പറയുന്നത് കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ തൃശൂരിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്തു. ആ കേസിന്റെ വേരുകളിലേക്കാണ് ഇന്ന്. ISRO ചാരക്കേസ് ഇപ്പോഴില്ല. ഉള്ളത് ചാരക്കേസിനായി നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരായ കേസാണ്. അതിൽ അന്വേഷണം നേരിടുന്നത് പ്രഗത്ഭരായ കുറ്റാന്വേഷകർ എന്ന് പേരുകേട്ട DGP സിബി മാത്യൂസ്, മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാർ, കേസ് രജിസ്റ്റർ ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ S വിജയൻ തുടങ്ങിയവരാണ്. കേസ് നടപടികൾ ആരംഭിക്കുന്നത് 1994 നവംബറിൽ. ISROയിൽ നിന്ന് ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഗവേഷണ ഫലങ്ങൾ ചോർന്നുവെന്ന് കാണിച്ച് തിരുവനന്തപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടർ S വിജയൻ രജിസ്റ്റർ ചെയ്തതാണ് കേസ്. ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനൊപ്പം S ശശികുമാറും കൂട്ടുപ്രതി. മാലി സ്വദേശികളായ മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവരുടെ അറസ്റ്റാണ് കേസ് നമ്പി നാരായണനിലേക്ക് എത്തിച്ചത്. പോലീസ് പരിശോധനയ്ക്കിടെ വിസ കാലാവധി കഴിഞ്ഞ മറിയം റഷീദ പിടിയിലായി. പിന്നാലെ ബംഗളൂരുവിൽ നിന്ന് ഫൗസിയ ഹസനും. ഫൗസിയയ്ക്ക് ശശികുമാറിനെയും അതുവഴി നമ്പി നാരായണനെയും അറിയാമായിരുന്നു എന്ന് FIR. നമ്പി നാരായണനും ശശികുമാറും ചാരപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് രമൺ ശ്രീവാസ്തവ റിപ്പോർട്ട് നൽകി. രമൺ ശ്രീവാസ്തവയുടെ നിലപാടിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവനയും നടത്തി. അന്വേഷണം നടക്കുന്ന കേസിൽ മുഖ്യമന്ത്രി ക്രമവിരുദ്ധമായി തീർപ്പ് കൽപ്പിച്ചു എന്ന് കേസിനിടെ ഹൈക്കോടതി പരാമർശിച്ചു. ഇതോടെ രാജി അനിവാര്യമായി. അമേരിക്കയുടെ എതിർപ്പ് മറികടന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇത് കൈക്കലാക്കാൻ മാലി സ്വദേശികളായ ചാരവനിതകളെ പാകിസ്ഥാൻ നിയോഗിച്ചു എന്നുമായിരുന്നു ആദ്യ കുറ്റപത്രം. ഹൈക്കോടതി ഈ കുറ്റപത്രം പൂർണ്ണമായും തള്ളി. പ്രധാനമന്ത്രി നരസിംഹറാവു കെ കരുണാകരനെ കുടുക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസ് എന്ന് മകൻ കെ മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു കുഞ്ഞുപോലും വിശ്വസിക്കില്ല എന്ന് ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞു. ആരോപണങ്ങളെ തുടർന്ന് കെ കരുണാകരൻ രാജിവെച്ചു. പിന്നാലെ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തോറ്റു. രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ഉള്ള പരാതികളുടെ പേരിൽ ചിലരൊക്കെ കെ കരുണാകരനെ കുറ്റപ്പെടുത്തി എന്നതൊഴിച്ചാൽ ചാരക്കേസിൻ്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അത് അന്ന് നടന്ന കാര്യങ്ങൾ അറിയാൻ മേലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. അന്ന് കോൺഗ്രസിലെ ഈ നേതൃമാറ്റ സംഭവ വികാസങ്ങൾ അന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്നുകൊണ്ട് മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. കരുണാകരനെ നീക്കാനുള്ള പരിശ്രമങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തെ നീക്കണമെന്ന് ഔപചാരികമായി ആവശ്യപ്പെട്ടു 1 മാസത്തിന് ശേഷമാണ് ഈ ചാരക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉത്ഭവിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24.